സുഹൃത്തുക്കളെ നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചാനലുകാരും സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സും എല്ലാം ഇങ്ങനെ പ്രവചനങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരുമോ ഇല്ലയോ എന്നൊക്കെ. അത് പറഞ്ഞ് പുള്ളിക്കാരനെ ഡിപ്രഷനാ, വെളിയിലിറങ്ങാനൊക്കത്തില്ല, കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല, പുള്ളിക്കാരന് ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കണം എന്നൊക്കെയുള്ള ന്യൂസുകളിലേക്ക് വരെ എത്തിച്ചു. ഇങ്ങനെ ഇവരുടെ ഈ പ്രവചനങ്ങളെല്ലാം ലാസ്റ്റിലേതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലം പറഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഈ റിസൾട്ട് വരുമ്പോഴത്തേന് എല്ലാവരും ഇത് മാറും. ഞങ്ങളന്ന് തീരുമാനിച്ചാൽ പിന്നെ പറയാതിരിക്കാനൊക്കെ എന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിൽ വന്നു. ഒന്നും സംഭവിച്ചില്ല. കോഴിയൊന്നും കൂവിയുമില്ല, പൂച്ചയൊന്നും കരഞ്ഞുമില്ല. പുള്ളിക്കാരൻ വന്ന് പോയി. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ യൂട്യൂബുകാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ച് ഉണ്ടാക്കിയ ഈ പൈസ കുറച്ചെങ്കിലും അവർ ഈ സാധാരണക്കാർക്ക് കൊടുക്കണം. ഇതൊരു പിടിവള്ളിയാണ്. ഇനിയിപ്പോൾ അവരുടെ ഒരു ഇത് പുള്ളിക്കാരൻ പാലക്കാട്ടേക്ക് പോകുമോ എന്നുള്ളതാണ് അടുത്ത ചർച്ച. അപ്പോഴത്തേന് ചില യൂട്യൂബുകാരൊക്കെ പുള്ളിക്കാരന് എന്തെല്ലാം എൻ്റെ അടുത്ത് വാ, ഞാൻ പുള്ളിക്കാരനെ ശരിയാക്കി കൊടുക്കാം, നന്നാക്കി കൊടുക്കാം. പുള്ളി ഒരു വളരെ ഇതായി. ഇപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിപ്പം ഏകദേശം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു പിടിപ്പുകേടായിപ്പോയി ഈ ഒരു പ്രശ്നം. ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. എത്രയോ പേർക്കെതിരായിട്ട് ആരോപണങ്ങൾ വരും. ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും പ്രതിക്കൂട്ടിലൊന്നും ആകത്തില്ല എന്ന് പറഞ്ഞ് ഒഴിയേണ്ട ഒരു സ്ഥലത്താണ് ഇത് വലിച്ചു നീട്ടി തൂമ്പ എന്നെ സൂചി കൊണ്ടെടുക്കേണ്ട ഒരു കാര്യം തൂമ്പ കൊണ്ടെടുക്കാനായിട്ട് സതീശൻ കൊണ്ടുചെന്നെത്തിച്ചത്. രാഹുൽ മാങ്കൂട്ടം ആക്ച്വലി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ അൻവറിൻ്റെ വീട്ടിൽ ആരും അറിയാതെ പോയപ്പം വളരെ എതിർത്ത് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. നമുക്ക് വലിയ ഇതൊന്നും ഇല്ല, എനിക്ക് ഒരു യോജിപ്പ് അതിനോടില്ലായിരുന്നു. അങ്ങനെ പുള്ളിയെ കാണിക്കാം. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരനൊരു തട്ടുകേട് വരുമ്പോൾ ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ പുള്ളിയെ സംരക്ഷിക്കേണ്ടതിന് പകരം എതിരാളികൾക്ക് ചൂണ്ടയിട്ട് കൊടുക്കുക ചെയ്തത്. ഏതായാലും എല്ലാവരുടെയും ഊഹാപോഹങ്ങളൊക്കെ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം സ്ഥലത്തെത്തി. പുള്ളിക്കാരൻ ഇനിയും എന്ത് ചെയ്യുമെന്ന് ഇവരിനിയും പ്രവചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കിനിയും കാണുമ്പോൾ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.